ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ഡ്രോയിങ് വീഡിയോ അല്ല, പകരം നമ്മളിന്ന് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു ട്യൂട്ടോറിയലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ കാണിക്കുന്നത് ക്ലിപ്പിംഗ് മാസ്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് പോസ്റ്ററാണ്. നമുക്കതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ട് ബേസിക്കായിട്ട് ഫോട്ടോഷോപ്പിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏതൊരു ബിഗിനർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആണിത്. കുറച്ച് ഇമേജസും ക്ലിപ്പിംഗ് മാസ്കും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. നമുക്ക് അതൊന്ന് നോക്കാം. ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആയിങ്ങനെ ന്യൂ ഫയൽ എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആവും. അതിനകത്ത് പ്രീസെറ്റ് ഡീറ്റെയിൽസിൻ്റെ അകത്ത് വിഡ്ത്തും ഹൈറ്റും റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക. വിഡ്ത്ത് 1920 അതുപോലെ ഹൈറ്റ് 1080 ഞാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ റെസൊല്യൂഷൻ 400. ഓക്കെ, അതുപോലെ എന്തെങ്കിലും നെയിം ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് ആയ ശേഷം നമുക്കതിലേക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോളിഡ് ഫില്ലിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമായ ഏതാണോ കളർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനങ്ങനെ ഒരു ബ്ലൂവും വൈറ്റും ഒരു ലൈറ്റ് ബ്ലൂ മിക്സ് ചെയ്തിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു പുതിയ ലെയർ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ടെക്സ്റ്റ് ടൂളിലേക്ക് വരികയാണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനവിടെ UAE എന്ന് കൊടുക്കുകയാണ്. UAE ബേസ്ഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് UAE എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു UAEക്കിടയിലുള്ള ഗ്യാപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യാണ്. അപ്പോൾ UAEൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതൊന്ന് സെൻറ്ററിൽ അലൈൻ ചെയ്തിട്ട് ഒന്ന് വലുതാക്കി വെക്കുകയാണ്. ഇനി ഇങ്ങനെ വലുതാക്കി വെച്ച് ഈ ഒരു ടെക്സ്റ്റിന് ഞാൻ റാസ്റ്ററൈസ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് ലെയറിനെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് അതിൽ റാസ്റ്റർ ടൈപ്പ് കൊടുക്കുകയാണ്. ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു UAE ബേസ്ഡ് ആയിട്ടുള്ള കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമേജ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഇമേജിൻ്റെ ഒപ്പാസിറ്റി സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒപ്പാസിറ്റി ഒന്നൊരു 50-60 ഇടയിൽ ആക്കി വെച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ UAE എന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തത്. എന്നിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ആ ഒരു UAEയുടെ ബുർജ് ഖലീഫ എൻ്റെ ഇടയിൽ ബുർജ് ഖലീഫ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഇമേജിൻ്റെ കോപ്പി എടുത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് Ctrl+J അടിച്ചാൽ മതി. ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് Ctrl+J അടിച്ചാൽ അതിൻ്റെ കോപ്പി അവിടെ ഓണാവും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ലെയറിൻ്റെ ഒപ്പാസിറ്റി കൂട്ടി വെച്ചിട്ട് അതും താഴെ UAE എന്ന് പറഞ്ഞ ടെക്സ്റ്റുമായിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മേലെ ടോപ്പിലുള്ള ലെയർ നമ്മൾ കട്ട് ഔട്ട് ചെയ്ത് എടുക്കും. അപ്പം പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് പെൻ ടൂൾ സെലക്ട് ചെയ്താൽ നമുക്ക് ടോപ്പിൽ ഷേപ്പും പാത്തും കാണാൻ സാധിക്കും. അതിൽ നമ്മൾ പാത്ത് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മളവിടെ കട്ട് ഔട്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ ആ ഒരു പാത്ത് പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഷേപ്പ് ഇട്ടിട്ട് കട്ട് ഔട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ Ctrl+Enter അടിക്കുക. രണ്ട് എൻഡും കൂട്ടിയ ശേഷം Ctrl+Enter അടിച്ച് നമുക്ക് സെലക്ഷൻ പോകും. സെലക്ഷൻ വീണ ശേഷം ഏത് ലെയറാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്തായിട്ട് ലെയർ മാസ്ക് ഉണ്ട്. ലെയർ മാസ്ക് സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാ ഏരിയയും കട്ടൗട്ടായിട്ട് പോയതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ മേലെ എടുക്കുന്ന ഷേപ്പിലുണ്ടെങ്കിൽ ഷേപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്താളാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് കൂട്ടി വെച്ചേക്ക്. അങ്ങനെ നമ്മുടെ ഏകദേശം ഒരു 90% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കുറച്ച് അല്ലറ ചില്ലറ ഡെക്കറേഷനാണ് വരുന്നത്. ഞാൻ ഈ ഒരു 3 ലെയർ UAEൻ്റെ ആ ഒരു ടെക്സ്റ്റിനകത്തേക്ക് വന്ന 3 ലെയേഴ്സ് ഞാൻ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഷാഡോ കൊടുക്കുകയാണ് താഴ്ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഷാഡോ. അപ്പം ബ്രഷിനകത്ത് ചെറിയ സെറ്റിങ്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചിട്ടൊരു ഷാഡോ ജസ്റ്റ് അടിയിലൊന്ന് പ്ലേസ് ആയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് മതിയായിരിക്കും. ഇത് ഓക്കെയാണ്. ഇനി ഇതിനകത്ത് കുറച്ചും കൂടി എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ UAEൻ്റെ ഫുൾ ഫോം എന്നുള്ള രീതിയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നുള്ളതും കൂടി താഴ്ഭാഗത്തായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സ്റ്റൈൽ നിങ്ങൾക്ക് കാണുന്ന തരത്തിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു തിൻ ലെറ്റർ യൂസ് ചെയ്തിട്ട് പോപ്പിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നുള്ള ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് പ്ലേസ് ചെയ്യുന്നത് മാത്രമാണ്. ജസ്റ്റ് ചെറുതാക്കി നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടൊന്ന് പ്ലേസ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതിനകത്തേക്ക് കുറച്ച് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത് കുത്തിക്കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പ്ലെയിൻ ഇതിലേക്ക് പ്ലേസ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി PNG ട്രീ അതിൽ നിന്ന് PNG ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പം അതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ ചെറുതാക്കിയിട്ട് അത് ടോപ്പ് വശത്തായിട്ട് സെറ്റ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലൗഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്ലൗഡ് കൊണ്ടുവന്നിട്ടും പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെറുതാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് ഏത് ഏരിയസിലാണോ നമുക്ക് വേണ്ടത്, എവിടെയാണോ ഭംഗി കൂടിയിട്ട് കാണുക അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഞാനിത് കുറച്ചും കൂടി ടോപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 2-3 ക്ലൗഡ്സ് അവിടെ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള സംഗതി വളരെ സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റിംഗ് ആണ്. ഏതൊരു ബിഗിനർക്കും ചെയ്യാൻ പറ്റുന്നൊരു എഡിറ്റിംഗ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുകൾ വേണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കമൻറ്റ് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി കാണാം.